മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥനും ശിഷ്യന്മാരും ഒരു സാബത്ത് ദിവസം വിളഞ്ഞു കിടക്കുന്നൊരു വയലിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ കതിരുകൾ പറിച്ചവർ തിന്നാൻ തുടങ്ങി. കതിരുകൾ പറിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട ഫരിസേയർ ഈശോയോട് ഇങ്ങനെ ശിഷ്യന്മാരെക്കുറിച്ച് കുറ്റം പറയുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെ, ഇവർ സാബത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നത് കണ്ടില്ലേ? എന്താണ് ഈ സാബത്തിൽ നിഷിദ്ധമായത്? ആ സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. വിതയ്ക്കാനോ കൊയ്യാനോ പതിര് പാറ്റാനോ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നിയമത്തിൻ്റെ ഭാഗമായിട്ട് പെടുന്ന ജോലികളാണ്. അപ്പോൾ ഈ കതിര് നടന്നു പോകുന്ന വഴിക്ക് കതിര് പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്തത്? കൊയ്ത്ത് നടത്തി. കതിര് പറിച്ചു, കയ്യിൽ വെച്ച് തിരുമ്മി പാറ്റി അത് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട ജോലി ചെയ്തു എന്നുള്ള രീതിയിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കുറ്റാരോപണം നടത്തുന്ന ഫരിസേയരോട് ഈശോ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവർ ഈ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്ന ഈ ഫരിസേയർ ഇങ്ങനെ ഇവർ കുറ്റം പറയുന്നു എന്നുള്ളത്. 25-ാമത്തെ വാക്യത്തിൽ ഈശോ അവരോട് തിരിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്: കൈവശം ഒന്നുമില്ലാതെ വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതാണ് ഈശോ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം. അപ്പം ഇങ്ങനൊരു സംഭവം പഴയ നിയമത്തിലുണ്ടായിട്ടുണ്ട്. 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കയ്യിലൊന്നും ഇല്ലായിരുന്നപ്പോൾ വിശന്നപ്പോൾ അവർ ഈ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന കാഴ്ചയപ്പം വാങ്ങിച്ച് ഭക്ഷിച്ചൊരു സംഭവം എന്നെ കോട്ട് ചെയ്യുകയാണ് ഈശോ. നമ്മൾ ഈ 2 വരികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയമത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദുഷ്ടതയോടെ നോക്കുന്ന ഫരിസേയർ കാണുന്ന കാഴ്ച അവർ നിയമം നിഷേധിച്ചു എന്നുള്ളതാണെങ്കിൽ, കരുണയുടെ കണ്ണുകൊണ്ട് നോക്കുന്ന ഈശോ കാണുന്ന കാഴ്ച കൈവശം ഒന്നും ഇല്ലാത്തവൻ്റെ വിശപ്പാണ്. വ്യക്തമായിട്ട് ആ വരി അങ്ങനെ പറയും. ഈശോ പറയുന്ന വാക്യം കൈവശം ഒന്നുമില്ലാതെ വിശന്നപ്പോൾ എന്നാണ് പറയുന്നത്. കൈവശം ഒന്നുമില്ലാത്തവൻ്റെ വിശപ്പിനെയാണ് ഈശോ കാണുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കണ്ണുകൊണ്ടും കാണുന്ന കാര്യങ്ങളെയല്ല, കരുണയുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈശോയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ഓർക്കണം, ഈ സാബത്താണ് അവിടെ ചർച്ചാ വിഷയം. അവസാനം പറയുന്നത് ഈ യേശുനാഥൻ സാബത്തിൻ്റെ അതിനാഥനാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരികളോടുകൂടിയാണ് സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട വസ്തുത എന്താണ്? സാബത്ത് 6 ദിവസം കൊണ്ട് ഭൂമിയും അതിലുള്ള സകലതും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. ആ വിശ്രമ ദിവസത്തെ വിശുദ്ധീകരിച്ചു. അതിനെ സാബത്ത് എന്ന് വിളിച്ചു. ഇത് ഈ ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ട, ഒരു ജോലിയും ചെയ്യാൻ പാടില്ലാത്ത, ദൈവം പോലും വിശ്രമിച്ച ദിവസം, അങ്ങനെയാണ് സാബത്തിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ സാബത്ത് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. ഈ സാബത്തിൻ്റെ തർക്കം സുവിശേഷത്തിലുടനീളം പലയാവർത്തി വരുന്നുണ്ട്. ഈശോയെ ചോദിക്കുന്ന മനോഹരമായ മറ്റൊരു ചോദ്യമുണ്ട്: സാബത്തിൽ നിങ്ങളുടെ കാളയോ ആടോ ഒക്കെ കിണറ്റിൽ വീണുപോയാൽ നിങ്ങൾ പിടിച്ച് കയറ്റത്തില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ സാബത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഈശോ അതിനെ ഒന്ന് വീണ്ടെടുക്കാൻ ഈശോ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കേണ്ട വസ്തുത. നമ്മൾ ഓർക്കേണ്ട കാര്യം, സാബത്ത് എന്ന് പറയപ്പെടുന്ന ഒരു ലിറ്റർജിക്കൽ റിച്വൽ നിയമമായിട്ട് മാറി. ഒരു ആരാധനക്രമപരമായി ആചാരപരമായി വരുന്നൊരു നിയമം. അങ്ങനെയാണ് സാബത്ത് ഇപ്പോൾ. പക്ഷേ എന്തിനായിരുന്നു സാബത്ത് നമ്മൾ നോക്കുമ്പോൾ, ദൈവം വിശ്രമിച്ച 7-ാം ദിവസം വിശുദ്ധമായി മാറി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിന് വിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദൈവത്തിന് വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇനി വിശ്രമിച്ചപ്പോൾ ദൈവം ആരെ ആരാധിച്ചോ? ദൈവം ആരെങ്കിലും ആരാധിച്ചോ? മനുഷ്യന് വിശ്രമിക്കാനും വിശുദ്ധമായി കരുതി ആരാധിക്കാനും വേണ്ടിയാണ് ഈ സാബത്ത്. അപ്പോൾ മനുഷ്യൻ ആരാധിക്കേണ്ട ദിവസം ഓക്കെ, പക്ഷേ മനുഷ്യൻ വിശ്രമിക്കേണ്ടതും ആരാധിക്കേണ്ടതായിട്ടുള്ള ദിവസമാണ്. പക്ഷേ ദൈവത്തിന് വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തിനാണ് ദൈവം വിശ്രമിച്ചത്? ജ്ഞാനസ്നാനം ആവശ്യമില്ലാത്ത ഈശോ സ്നാപകരിൽ നിന്നും സ്നാനമേറ്റത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ വിശ്രമം ആവശ്യമില്ലാത്ത ദൈവം വിശ്രമിച്ച് വിശുദ്ധീകരിച്ച് 7-ാം നാൾ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് മനുഷ്യന് വിശ്രമം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. മനുഷ്യന് വിശ്രമം അത്യാവശ്യമാണ്. ഈ വിശ്രമം ധ്യാനത്തിലേക്കുള്ള പോക്കാണ്. ലോകത്തിൽ നിന്ന് മാറി ഒരു പെട്ടകത്തിനകത്തായിരിക്കാനായിട്ടുള്ള ക്ഷണമാണ്. നോഹയുടെ പെട്ടകത്തെ നമുക്ക് ഓർക്കാം. സകലതും തിന്മ നിറഞ്ഞൊരു ലോകത്തിൽ നിന്നും പിന്മാറി അല്പനേരം തൻ്റെ വീട്ടിനകത്തായിരിക്കുക.
തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പമായിരിക്കുക, വിശ്രമിക്കുക. വിശ്രമം അത്യാവശ്യമാണ് മനുഷ്യന്. അതവനെ റീചാർജ് ചെയ്യുന്നു. ഈ നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതുകൊണ്ട് റെസ്റ്റ് എന്നാണ്, വിശ്രമം എന്നർത്ഥം. നോഹയുടെ പെട്ടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ വിശ്രമിക്കാനുള്ള ഇടമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. വളരെ സ്വസ്ഥമായിട്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് വ്യക്തമാക്കുന്നൊരു വസ്തുതയുണ്ട്. മാട് പോലെ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഈ വിശ്രമിക്കാൻ ഒരു ദിവസം അത്യാവശ്യമാണ് എന്നറിയാവുന്ന ദൈവം അത് നിഷേധിക്കാൻ സാധ്യതയുള്ള യജമാനന്മാരിൽ നിന്നും ആ ദരിദ്രന് വേണ്ടി ദൈവം നൽകുന്ന നിയമമാണ് ഈ 10 കൽപ്പനയിലെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറയപ്പെടുന്ന നിയമം. അന്ന് നീ നിൻ്റെ തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല, നിർബന്ധമാണ്. അവന് വിശ്രമിക്കട്ടെ. അവനൊരു ദിവസം അവൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കട്ടെ, അവൻ്റെ മക്കളോടൊപ്പം ആയിരിക്കട്ടെ, അവൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം ആയിരിക്കട്ടെ എന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഇടപെടലാണ് ആ നിയമം എന്ന് പറയപ്പെടുന്നത്. പക്ഷെ ദൈവം ആ കരുണയോടുകൂടി നടത്തിയ ഇടപെടൽ ആണ് ആ നിയമമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ നിയമത്തിൻ്റെ കുരുക്കുകൾ വീണ്ടും വീണ്ടും വലിയ കുരുക്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഫരിസേയർ അത് ഒരു നിയമത്തിൻ്റെ കണിശതയൊക്കെയുള്ള ഒരു നിർബന്ധമൊക്കെയുള്ള ഒരു ഇടപെടലാക്കിയതിനെ മാറ്റുക. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇന്നും നമ്മുടെ നിരവധി ആചാരങ്ങൾ അത് ഉണ്ടായിരിക്കുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തിരുനാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തിരുനാളുകളുടെ ദിവസങ്ങളിലേക്ക് കടക്കുക. ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ കൊണ്ട് വഴിയിലിങ്ങനെ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പ്രദക്ഷിണങ്ങളും ഘോഷയാത്രകളും നടക്കുന്ന ദിവസങ്ങളായത് ഈ മാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജനുവരി പ്രത്യേകിച്ച്. ഇപ്പോൾ എന്തോരം മനുഷ്യരാണ് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദൈവാരാധനയുടെ പേരിൽ, ഒരു ആചാരത്തിൻ്റെ പേരിൽ, സംസ്കാരമില്ലാത്ത രീതിക്ക് എന്തോരം മനുഷ്യരെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ദൈവം പറഞ്ഞോ ഇത്? ദൈവം ആവശ്യപ്പെട്ടോ ഇങ്ങനൊരു നിയമം പാലിച്ചുകൊണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു നിയമവും മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മാറരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സാബത്ത് കൊണ്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത്. ഈശോ അവിടെ നിന്ന് ഇങ്ങനെ തൊടുത്തു വിടുക. ഇതിനകത്ത് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളിപ്പോഴിങ്ങനെ പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ സ്നേഹവിരുന്ന് നൽകുന്നുണ്ട്. എക്സാക്റ്റ് വാക്ക് നമ്മൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ചില പള്ളികളിൽ ഉപയോഗിക്കുന്ന അന്നദാനം. ഭക്ഷണമില്ലാത്തവനെ വിളിച്ച് വരുത്തി അവനൊരു നേരത്തെ ഭക്ഷണം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പങ്കുവയ്ക്കുന്നതാണ് ഈ അന്നദാനം എന്നൊക്കെ പറയുന്നത്. അതിനിങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് ക്രിസ്ത്യാനികൾ സ്നേഹവിരുന്ന് വിളിക്കുന്നുണ്ട്. സ്നേഹത്തോടെ വിളമ്പുന്നൊരു വിരുന്ന്. പക്ഷെ അത് ഭക്ഷണമില്ലാത്തവനുള്ള വിരുന്നാണ്. 3 നേരം 4 നേരം തിന്നാൻ വീട്ടിലുണ്ടായിട്ടുള്ളവൻ പള്ളിമുറ്റത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതിന് സ്നേഹവിരുന്ന് അന്നദാനമെന്ന് വിളിക്കാൻ നമുക്ക് അനുവാദമില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം പോയി. ഒന്നുമില്ലാത്ത ആളുകളെ കണ്ടെത്തി അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവർ ഭക്ഷിച്ച് തൃപ്തരായി വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന നമുക്കുള്ളത് നമ്മൾ വീട്ടിൽ പോയി കഴിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. മറിച്ച് ഈ ഇല്ലാത്തവരൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. തെരുവീതികളിലും ചേരിയിലും ഒക്കെ അവരവർ തന്നെ ഉണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ 4 നേരം ഭക്ഷിക്കാനുള്ളവനൊക്കെ പള്ളിമുറ്റത്ത് വന്ന് ഭക്ഷിച്ചിട്ട് പോകുന്നതിന് വിളിക്കുന്ന അന്നദാനം അല്ലെങ്കിൽ സ്നേഹവിരുന്ന്. അർത്ഥശൂന്യമായ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ തിരുനാളുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രദക്ഷിണങ്ങളും സ്നേഹവിരുന്നും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് സാധനങ്ങൾ ഇതൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവനിന്ദ യഥാർത്ഥത്തിൽ ദൈവത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടാണ് ഈ ഈശോ ഇതിൻ്റെയൊക്കെ റൂട്ടിലേക്ക് പോയിട്ട് എന്താ ഇതൊക്കെ അർത്ഥമാക്കുന്നതെന്ന് ചിന്തിക്കുക. സാബത്ത് എന്താ അർത്ഥമാക്കുന്നത്? സാബത്തിന് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ള നിയമവും പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ നിങ്ങൾ? കൈവശം ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ വിശന്നപ്പോൾ കതിര് പറിച്ചവരാ എൻ്റെ ഈ ശിഷ്യന്മാരെന്ന് ഈശോ അവർ ഓർപ്പിക്കുക. അപ്പോൾ അതാണ് എൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ വിശ്രമിക്കുക, ഒരു ദിവസം കുടുംബത്തോടൊപ്പം ആയിരിക്കാനൊക്കെ വേണ്ടി മാടുപോലെ പണിയെടുക്കുന്നതിന് വേണ്ടി ദൈവം ബോധപൂർവം നൽകിയൊരു നിയമമാണ് ഈ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നത്. അതിന് വേറെ ഒന്നുമല്ല, അതിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിനകത്ത്.
വേറെന്താ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ എങ്ങനെ അന്നാണ് എല്ലാവരും ഒരുമിച്ച് പള്ളി വരേണ്ടത്, എല്ലാവരും ആരാധിക്കേണ്ടത്. ശരിയാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതല്ല എൻ്റെ ഉദ്ദേശം. ആ 10 കൽപ്പന എഴുതിയപ്പോഴത്തേക്ക് അതിൻ്റെ ഉദ്ദേശം അതൊന്നും അല്ല ദൈവം കണ്ടെന്നുള്ളത്. എൻ്റെ റൂട്ടിലേക്ക് പോവുക, കൃത്യം അതിൻ്റെ വേരിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും, എന്നിട്ടത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുമ്പോൾ വേറൊരു ദ്രോഹമാണ് ഇങ്ങനെ വലിയ വലിയ കോളാമ്പികളൊക്കെ കൊണ്ടുവച്ച് കെട്ടിയിട്ട് ഹൃദ്രോഗികളുണ്ടോ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ, ശബ്ദം കേട്ടാൽ അസ്വസ്ഥമായി പോകുന്ന മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ ശബ്ദകോലാഹലങ്ങളിൽ കൂടി ഇങ്ങനെ മനുഷ്യരെ ഈ ശബ്ദമലിനീകരണം വഴി ബുദ്ധിമുട്ടിക്കുന്നൊരു ഏർപ്പാട് വേറെയുണ്ട്. ഇത് നമ്മളിങ്ങനെ എണ്ണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്തു കൂട്ടുന്ന ചില ദുഷ്ടതകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് തിരുത്തേണ്ടതായിട്ടുള്ളത്. ഇതൊക്കെ ഈ സാപത്ത് തിരുത്തുന്ന കർത്താവ് ട്രിഗർ ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഇതെല്ലാം ഇങ്ങനെ തുടങ്ങി വയ്ക്കുക, അതിനൊക്കെ ഒരു സ്പാർക്ക് കൊടുക്കുക. യേശു ചിന്തിക്കുക, ഈ സാപത്ത് എന്ന് പറയുന്നൊരു കാര്യം കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഇക്കാലഘട്ടത്തിലെ സാപത്തിൻ്റെ ലംഘനങ്ങളെന്ന് പറയുമ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഏർപ്പാടുകൾ, ദൈവാരാധനയുടെ പേരിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ധൂർത്തുകൾ, ദ്രോഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും തിരുത്താനും വേണ്ടിയുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്കിതിനെടുക്കാം. നമ്മുടെ ഈ തിരുനാളുകളിലൂടെ കടന്നു പോകുന്ന ഈ ജനുവരി മാസത്തിൽ ഇതൊരു നല്ല ചിന്തയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈ നമ്മളെക്കൊണ്ട് ഇത്തിരിയെങ്കിലും ഇതൊക്കെ തിരുത്താനായിട്ടുള്ളൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്ക് ആ ഇടപെടലുകളിൽ ഏർപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.